നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്ന ഒരു ചിത്രമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ആ ചിത്രം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ സന്ദർശിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് മുൻ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം വിജയ് പ്രകടിപ്പിച്ചു. സ്റ്റാലിൻ സമ്മതം മൂളി. വിജയ് നേരിട്ട് സ്റ്റാലിനെ പോയി കണ്ടു. സ്റ്റാലിനെ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കൊന്ന് ആദരിച്ചു. സ്റ്റാലിനും വിജയുമായി സംസാരിക്കാനും പരസ്പരം കൈകൊടുക്കാനും ഒക്കെ തയ്യാറായി. നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച, കേട്ടിട്ടില്ലാത്ത ഒരു വാർത്ത, അതാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്നത്. വിജയ് ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇന്നലെ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. അതിന്റെ റീൽസുകൾ 2 മണിക്കൂറിനകം 12 മില്യൺ ആളുകൾ കണ്ടു. ഇൻസ്റ്റയിൽ അത് കണ്ടു. എന്നാൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ ചില ആളുകൾ വല്ലാതെ അസ്വസ്ഥരാണ്. അത് മറ്റാരുമല്ല, BJP-ക്കാരാണ്. NDA മുന്നണിയിലുണ്ടായിരുന്ന, ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പാർട്ടിയാണ്, തമിഴ്നാട്ടിലെ പാർട്ടിയാണ് ഇവിടെ AIDMK. ഈ പാർട്ടി പിളർന്നു. വിജയ് ശക്തമായി, വിജയ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ആ പാർട്ടി കടപുഴകി വീണു. ഇപ്പോൾ NDA മുന്നണിക്കൊപ്പം നിന്നിരുന്ന ആളുടെ കൂടെയുള്ളത് വെറും 11 അംഗങ്ങളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ അതിൽ നിന്നും പോന്നു. ഇപ്പോൾ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ ഇന്നലെ വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റീൽസ്, രാഹുൽ ഗാന്ധിയെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ റീൽസ് ഞാൻ പറഞ്ഞല്ലോ, 12 മില്യൺ ആളുകൾ 2 മണിക്കൂറിനകം കണ്ടപ്പോൾ ഇവിടെ ആ വീഡിയോകളൊക്കെ ബ്ലോക്കായി. ആ വീഡിയോയിൽ ഇവിടെ മെറ്റയുടെ റൂൾസ് തെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊന്നുമല്ല. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ആരെയും ആക്ഷേപിക്കുന്നില്ല, വ്യക്തിഹത്യ നടത്തുന്നില്ല. എന്നിട്ട് പോലും എങ്ങനെയാണ് ആ വീഡിയോകളൊക്കെ ബ്ലോക്കായത്? അത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ബ്ലോക്ക് ചെയ്തതാണ് എന്ന് കോൺഗ്രസിന്റെ ഒരു ആരോപണമുണ്ട്. BJP പറയുന്നത് ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. ഇടപെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാകണം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും വിജയ് ചരിത്രം സൃഷ്ടിക്കുകയാണ്. വിജയ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. BJP നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, AIDMK പിളർന്നു. സ്റ്റാലിൻ വിജയ്ക്ക് കൈകൊടുക്കാൻ തയ്യാറായി. എന്തായാലും ഇനി ഒരുമിച്ച് പോകും ഭരണം, അല്ലെങ്കിൽ വികസനം, സംസ്ഥാനത്തിന്റെ വികസനം, ഇക്കാര്യത്തിലൊന്നും രാഷ്ട്രീയമില്ല എന്ന നിലപാട് വിജയ് പ്രഖ്യാപിച്ചു. BJP-യുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒന്നായി. എന്തായാലും ഇവിടെ ഏറ്റവും അവസാനം കോൺഗ്രസ് പോയതുമായി ബന്ധപ്പെട്ട്, വിജയ്ക്കൊപ്പം പോയതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം പോയ CPM, CPI, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പോയതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഒരു അക്ഷരം പോലും പറയാൻ സ്റ്റാലിൻ തയ്യാറായില്ല. കോൺഗ്രസ് പറയാതെ പോയി എന്നുള്ള ഒരു വിഷമം മാത്രമാണ് സ്റ്റാലിൻ പങ്കുവച്ചത്. എന്തായാലും വിജയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കങ്ങളോ ഉണ്ടാകില്ല എന്ന് സ്റ്റാലിൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് BJP-യുടെ, തമിഴ്നാട്ടിലെ BJP-യുടെ അസ്തമയം തന്നെയാണ്. അതാണ് ഈ നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP അത് നേരത്തെ മനസ്സിലാക്കി. അവർ അസ്വസ്ഥരാണ്. റീലുകൾ പോലും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങി എന്നൊരു വാർത്ത, ആ വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. കോൺഗ്രസ് എന്തായാലും അത് ഏറ്റുപിടിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.